സുഹൃത്തുക്കളെ, ഞാനുള്ളത് ഇപ്പോൾ ക്രൊയേഷ്യയിൽ സെഡാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ തൊട്ട് പുറകിൽ കാണുന്നതാണ് സിയോർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കടലിൽ നിന്ന് തിരമാല അടിക്കുമ്പോൾ നല്ല ശബ്ദം വരിക, നല്ല മ്യൂസിക്കൽ ശബ്ദമായിട്ട്. ഇവിടെ വൈകുന്നേരങ്ങളിലും പകലൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ പകൽ നല്ല ചൂടാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഭയങ്കര സൂര്യപ്രകാശമാണ്, ഭയങ്കരമായിട്ട് നമ്മുടെ തലവേദന എടുപ്പിക്കും. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി തണലത്ത് മാറിയാണ് ഇരിക്കുന്നത്. ഇല്ലാതെ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ബ്രക്കോ എന്ന് പറയുന്ന ഐലൻഡ്. ആ ഐലൻഡ് ഞങ്ങൾ ഒരു ദിവസം വിസിറ്റ് ചെയ്തിരുന്നു. അവിടുന്ന് ഐലൻഡിൽ നമുക്ക് ജഡ്രോളീന എന്ന് പറയുന്ന, ഞാൻ പറയുന്ന വാക്ക് ചിലപ്പോൾ ശരിയായിരിക്കില്ലായിരിക്കും, ബട്ട് ഒരു ബോട്ട് സർവീസ്, ഫെറി സർവീസ് പോലെ ബോട്ട്, അതെടുത്ത് ആ ബോട്ടിലോട്ട് കയറി കഴിഞ്ഞ് അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാൽ അടിപൊളി സ്വിമ്മ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ബീച്ചുകൾ, നല്ല പെബിൾസാണ്. കാലെ ചെരുപ്പിടാതെ പോകാൻ പാടില്ല, ചെരുപ്പ് വേണം. അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ചെരുപ്പ് വേണം. സ്വിമ്മ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. പിന്നെ ഫർദർ ഒരു 15 മിനിറ്റ്സ് കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു കൊച്ച് ഐലൻഡ് കാണാം. അത് ഫ്രാൻസിസ്കൻ മൊണാസ്ട്രിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐലൻഡിലേക്ക് കയറാം. സ്വിം ഷോട്ട് ഇട്ട് കയറാൻ പാടില്ല ഐലൻഡിൻ്റെ മൊണാസ്ട്രിക്ക് അകത്തോട്ട്. പക്ഷേ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെ സ്വിം ഷോട്ട് ഇട്ടൊക്കെ ആൾക്കാർക്ക് നടക്കാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സുന്ദരമായ സ്ഥലം. അപ്പം ഞങ്ങൾ ഒരു 5 ദിവസമായി ഇവിടെ വന്നിട്ട്, 7 ദിവസമായി ഇവിടെ വന്നിട്ട് പല സ്ഥലങ്ങളിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇന്ന് 7ാമത്തെ ദിവസം ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സന്തോഷമായ ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയതിന് വളരെ ഹാപ്പിയാണ് ഞാൻ.